السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد اتقوا الله عباد الله. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ സഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് ചോദിച്ചു, മൽ ഈമാൻ, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ സറത്ക ഹസനതുക വസഅത്ക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ, നിന്റെ നന്മ നിന്നെ സന്തോഷിപ്പിക്കുകയും അതുപോലെ തന്നെ നിന്റെ തിന്മ നിന്നെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഫഅൻത മുഅ്മിൻ, എങ്കിൽ നീ ഒരു യഥാർത്ഥമായ വിശ്വാസിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നന്മകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില അവസ്ഥകൾ നമുക്കുണ്ടാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രവർത്തനം ചെയ്യുന്നു, അത് മറ്റുള്ളവർ കാണാനും മറ്റുള്ളവർ കേൾക്കാനും ഒക്കെ വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മളോട് തന്നെ നമുക്കൊരു വില ഉണ്ടാവില്ല, നമ്മളോട് തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു മതിപ്പുണ്ടാകാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ റിയാഓടുകൂടെയും സുമഅത്തോടുകൂടെയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര വലിയ സൽക്കർമ്മമാണ് ചെയ്തത് എങ്കിലും അത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, പിന്നെ സന്തോഷം ഉണ്ടാക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രയാസപ്പെടുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ ഇബാദത്തുകളെല്ലാം ആദത്തുകളായി മാറുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കുറേ സാധാരണ പ്രവർത്തനങ്ങളുണ്ടാകും. പെരയിൽ സാധനം കഴിഞ്ഞാൽ നമ്മൾ നേരെ കടയിൽ പോയിട്ട് അത് വാങ്ങും, അതൊരു ആദത്താണ്. ഇതുപോലെ നമ്മുടെ ഇബാദത്തുകൾ മാറുന്ന ഒരവസ്ഥ, ബാങ്ക് കേട്ടാൽ നമ്മൾ വേഗം പൊതു കൊടുക്കും, പള്ളിക്ക് പോകും, പിന്നെ നിസ്കരിക്കും. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഇബാദത്തായിട്ടുള്ള ഏത് കാര്യങ്ങൾ, അതൊക്കെ ആദത്തുകളായി യാതൊരു ഖുശൂ ഇല്ലാതെ, അതല്ലെങ്കിൽ യാതൊരു ഹുദൂറുൽ ഖൽബും ഇല്ലാതെ, മനസാന്നിധ്യവും ഇല്ലാതെ ഇങ്ങനെ ഇബാദത്തുകൾ ആദത്തുകളായി ഇങ്ങനെ ചെയ്യും. ആ രൂപത്തിലായാലും നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ ഹസനത്തുകൾ നമ്മളെ സന്തോഷിപ്പിക്കുകയില്ല. നേരെ മറിച്ച് റിയാവും സുമഅത്തും ഒന്നുമില്ലാതെ, അതുപോലെ തന്നെ ഈ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇബാദത്തുകളൊന്നും ആദത്തുകളാവാതെ ഹുദൂറുൽ ഖൽബോടുകൂടി ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹസനത്തുകൾ നമ്മളെ സന്തോഷിപ്പിക്കുക. അങ്ങനത്തെ ഒരു സന്തോഷം നിനക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നീ ഒരു മുഅ്മിനാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത് വസാഅത്ക സയ്യിഅതു, നിന്റെ തിന്മകൾ നിന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അവിടെയും നീ ഒരു മുഅ്മിനാണ്. നമുക്കറിയാം, ഒരു തിന്മ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ അതിൻ്റെ വിഷയത്തിൽ ഖേദിക്കാറുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ തീരെ ഖേദിക്കാത്ത, അതൊരു പ്രശ്നമില്ല, ഒരു കളവ് പറഞ്ഞു, അതല്ലെങ്കിൽ ഒരു തിന്മ ചെയ്തു, അതല്ലെങ്കിൽ ഒരു മ്യൂസിക് കേട്ടു, ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ മനസ്സിന് യാതൊരു നിലക്കും ഒരു കുലുക്കവും ഇല്ലാതെ അവസ്ഥകൾ നമുക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ഒരു ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ പോലും, എന്ത് ചെറിയ തിന്മയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലേക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊരു മുഅ്മിനാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫമൽ ഇസ്മു, ഇനി എന്താണ് തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, ഇദാ ഹാക ഫീ നഫ്സിക ഷൈഉൻ ഫദഅഹു, എന്തെങ്കിലും ഒരു കാര്യം നിന്റെ മനസ്സിൽ ഒരു ചൊറിച്ചിൽ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യം ഫദഅഹു, ആ കാര്യം നീ ഒരിക്കലും ചെയ്യരുത്, അത് നീ ഒഴിവാക്കി കളയണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതാണ് തിന്മ എന്ന് പറയുന്നതും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഒരു യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.